അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് പോലെ തന്നെ ഇനി അടുത്ത ആഴ്ച വരാൻ പോകുന്ന എപ്പിസോഡും വളരെ ഇമോഷണൽ ആയിരിക്കും. ഭൂമിക്ക് ഭൂമിയുടെ അച്ഛനെ നഷ്ടപ്പെടാൻ പോകുന്നുണ്ട്. തുടർന്ന് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം എല്ലാം അച്യുതന്റെ സ്വപ്നമായിരുന്നു എന്ന് മനസ്സിലാവുന്നുണ്ട്. അച്യുതൻ ഭൂമിയെക്കുറിച്ചുള്ള സത്യങ്ങളൊന്നും ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഫാദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു സന്തോഷ വാർത്തയുമായിട്ട് സിസ്റ്റർ ഭൂമിയെ വിളിക്കുന്നത്. അച്യുതന്റെ ചികിത്സയ്ക്കായിട്ടുള്ള സഹായത്തിന് ഭൂമി ഒരു ട്രസ്റ്റിനെ സമീപിച്ചിരുന്നല്ലോ. ആ ട്രസ്റ്റിലെ സിസ്റ്ററാണ് ഭൂമിയെ വിളിക്കുന്നത്. അങ്ങനെ ഭൂമിയുടെ അച്ഛൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ട്രസ്റ്റ് ഏറ്റെടുത്തു എന്നൊക്കെ പറയുമ്പോൾ ഭൂമിക്ക് വലിയ സന്തോഷമാവുന്നുണ്ട് കേട്ടോ. സന്തോഷം കൊണ്ട് എന്താ പറയേണ്ടതെന്ന് അറിയാം, കണ്ണീരൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഭൂമി വേഗം അച്ഛനോട് പോയി പറയാണ്, അച്ഛാ ഒരു മിനിറ്റ് ഞാൻ ഇപ്പോൾ വരാം, നമ്മുടെ ഈ ഫംഗ്ഷൻ നടക്കുന്നതിന് മുമ്പ് ഞാൻ എത്തിയിരിക്കും, എന്നിട്ട് അച്ഛനൊരു വലിയ സർപ്രൈസ് തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭൂമി സന്തോഷത്തിൽ ഓടി ആ സിസ്റ്ററെ കാണാൻ പോവാണ് കേട്ടോ, സ്കൂട്ടിയൊക്കെ എടുത്തിട്ട്. അങ്ങനെ ഭൂമി വലിയ സന്തോഷത്തിൽ ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അച്യുതനും അംബികയ്ക്കൊക്കെ വല്ലാതെ സങ്കടം വരുന്നുണ്ട്. അങ്ങനെ അച്യുതൻ പിന്നാലെ ഓടിപ്പോയി മോളെ മോളെ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഭൂമി തിരിഞ്ഞു നോക്കുമ്പോൾ പറയാണ്, എനിക്കൊരു ഉമ്മ തന്നിട്ട് പോവോ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ ഇപ്പം സമയമില്ല അച്ഛാ, തിരിച്ചു വന്നതിന് ശേഷം 1000 ഉമ്മ ഞാൻ അച്ഛന് തരും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഭൂമി. അങ്ങനെ അവസാനമായിട്ട് ഒരു ഉമ്മ ചോദിച്ചതാണ് അച്യുതൻ. ഇനിയിപ്പോൾ തിരിച്ചു വരുമ്പോൾ അച്യുതൻ അവിടെ ജീവനോടെ ഇരിപ്പുണ്ടാവില്ല. മോള് പിരിഞ്ഞു പോകുന്നത് ആലോചിച്ചിട്ടാണ് അച്ഛനും അമ്മയും വിഷമിക്കുന്നത്. പക്ഷെ മോള് പോകുന്നതിന് മുമ്പ് അച്ഛനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതേ സമയം ആ ഗുണ്ട അവിടെയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ചാൻസ് കിട്ടാനായിട്ട്. അപ്പോൾ ഗസ്റ്റുകളൊക്കെ ഓരോരുത്തരായിട്ട് വന്നു തുടങ്ങി. അവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് നിൽക്കാനൊന്നും നമ്മുടെ അച്യുതനും അംബികയ്ക്കും എന്തായാലും പറ്റുന്നില്ല. അങ്ങനെ ഇവർ റൂമിനകത്ത് പോയിരുന്ന് കരയാണ് കേട്ടോ. ഉച്ച കഴിഞ്ഞാൽ എൻ്റെ മോൾ എൻ്റേതല്ലാതാവും എന്നൊക്കെ പറഞ്ഞ് അംബിക കുറേ കരയുന്നുണ്ട്. അച്യുതൻ ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്യുതനും കുറേ കരയുന്നുണ്ട്. അങ്ങനെ ഇവർ അകത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറത്ത് ഗസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അജയ് ഒന്ന് വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്നുണ്ട്, എനിക്കിന്ന് കുറച്ച് തിരക്കാണ് വരാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതേസമയം അവിടെ സൗഭാഗ്യപുരത്ത് മുത്തശ്ശിയും സംഗീതയൊക്കെ ഇങ്ങോട്ട് വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വരണം, എല്ലാവരും കൂടെ ഒന്നിച്ച് പോകണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഭവാനി ഫോണിൽ ഭയങ്കര ഡിസ്കഷനാണ് കേട്ടോ. ഭവാനിക്ക് മനസ്സിലായിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ആ ഫംഗ്ഷൻ നടക്കുമ്പോൾ അച്യുതൻ ഭൂമിയെ സത്യദാസിനെ ഏൽപ്പിക്കാൻ പോവാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് ഭൂമിയെയും അച്യുതനെയും രണ്ടുപേരെയും തീർത്തേ പറ്റൂ എന്നൊക്കെ ആ ഗുണ്ടയോട് ഒന്നുകൂടെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എൻ്റെ പ്ലാനൊക്കെ തകർക്കരുത്, എൻ്റെ ഇത്രയും വർഷത്തെ പ്രതികാരവും ആഗ്രഹവും എല്ലാം ആണ്. ഈ കാര്യം നടന്നില്ലെങ്കിൽ എന്നെയും എൻ്റെ മോളെയും താൻ കൊല്ലേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ ആ ഗുണ്ടയോട് ഫോണിലും വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ മുത്തശ്ശി കാണുന്നുണ്ട് കേട്ടോ, സൗഭാഗ്യപുരത്തെ മുത്തശ്ശി. അങ്ങനെ മുത്തശ്ശിക്ക് ഭവാനിയെക്കുറിച്ച് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. അങ്ങനെ ഭവാനിയോട് ചോദിക്കുകയാണ്, എന്താ ഭവാനി ഫോണിൽ ഗൂഢാലോചനയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അതൊന്നല്ലമ്മേ, ഞാൻ കേസിൻ്റെ കാര്യം വക്കീലിനോട് പറയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. വർഷങ്ങളായിട്ട് ഇവർക്ക് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ കേസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെന്നൊക്കെയാണ് ഭവാനി പറയുന്നത്. അങ്ങനെ മുത്തശ്ശി ആയിക്കോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയുടെ വീട്ടിൽ പോകാൻ റെഡി ആയിക്കോ എന്നൊക്കെ പറയുമ്പോൾ, എന്തിനാ ഈ ഭൂമിയെ എങ്ങനെ തലയിലേറ്റി വെച്ച് നടക്കുന്നത്, അവൾ വെറും ഒരു ചായക്കടക്കാരിയല്ലേ എന്നൊക്കെ പറയുമ്പോൾ, ഭവാനി അങ്ങനെയൊന്നും സംസാരിക്കരുത്, ഭവാനിക്ക് എല്ലാം സംശയമാണെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി ഭവാനിയെ വഴക്ക് പറയാണ്. അങ്ങനെ ഭവാനിയുടെ സംസാരവും പെരുമാറ്റവും ഒന്നും മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഭവാനിയെ വഴക്ക് പറയുന്നു, ഭവാനിയോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. അത് ഭവാനിക്കും തീരെ സഹിക്കുന്നില്ല. അങ്ങനെ ഈ വിവാഹം ഒന്ന് നടന്നോട്ടെ, എന്നിട്ട് വേണം ഈ ഭവാനി ആരാണെന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഭവാനി. അങ്ങനെ അഞ്ജനയെ അതൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അജയോട് ഇടയ്ക്ക് സംസാരിക്കണം എന്നൊക്കെ പറയുമ്പോൾ അഞ്ജന പറയാണ്, അവൻ ശരിയല്ല അമ്മേ, അവൻ ഇപ്പോഴും അവിടെയാ ആ ഭൂമിയുടെ വീട്ടിൽ, അവൻ അവളെ മതി എന്നൊക്കെ പറയുമ്പോൾ ഭവാനി ഇങ്ങനെ ഒന്ന് ആലോചിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഭൂമിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം, അവളുടെ ശല്യം ഇനി നമുക്കുണ്ടാവില്ല. അതിനുശേഷം അജയെ നിന്നിലേക്ക് അടുപ്പിക്കാൻ നീ ശ്രമിക്കണം. തൽക്കാലം ഞാൻ അജയോടൊന്ന് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞ് പോവാണ് ഭവാനി. അങ്ങനെ അജയോട് ഭവാനി പോയി സംസാരിക്കുകയാണ്. സീരിയസ് ആയിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് പേടിയാണ് അജയ്, അവളാകെ വല്ലാത്തൊരവസ്ഥയിലാണ്, അവൾ ആത്മഹത്യയിലേക്ക് പോവുകയാണ്, അവൾക്ക് നിന്നെ വലിയ ഇഷ്ടമാണ്. പക്ഷേ അജയ് തിരിച്ച് അഞ്ജനയോട് ആ ഇഷ്ടം കാണിക്കാതിരിക്കുമ്പോൾ അവൾക്ക് തീരെ താങ്ങാൻ കഴിയുന്നില്ല, അവൾ ആത്മഹത്യയിലേക്ക് പോകുമെന്ന് എനിക്ക് പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അജയ് ഓപ്പണായിട്ട് ഭവാനിയോട് കാര്യം പറയാണ്. ആൻറ്റി, അഞ്ജന വിചാരിക്കുന്നത് പോലെ അഞ്ജനയെ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഒരിക്കലും അഞ്ജനയെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല, അത് ആൻറ്റി അഞ്ജനയോട് പറഞ്ഞ് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഭവാനിക്ക് ഇങ്ങനെ ദേഷ്യം വരികയാണ്. ഭൂമിയെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അജയ് ഇത് പറയുന്നതെന്ന് ഭവാനിക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ഭൂമി ഉള്ളത് കൊണ്ടാണല്ലോ ഇവനിങ്ങനെയൊക്കെ പറയുന്നത്, ഭൂമി ഇല്ലാതായ കാര്യം കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് ഭവാനി. അങ്ങനെ ഇനി അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ അച്യുതനും അംബികയും അകത്തിരുന്ന് തനിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭവാനിയുടെ ഗുണ്ട അവിടെ വന്നിരിക്കുന്ന ഗസ്റ്റുകളൊന്നും കാണാതെ ഒളിച്ച് അകത്തേക്ക് വന്ന് അച്യുതനെ നൈസായിട്ട് കുത്തിയിട്ട് കത്തിയോണ്ട് കുത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നുണ്ട്. അങ്ങനെ ഗസ്റ്റുകളൊക്കെ അകത്ത് നിന്ന് എന്തോ സൗണ്ട് കേൾക്കുന്നത് കേട്ട് ഓടി വന്ന് അകത്തേക്ക് വന്ന് നോക്കുമ്പോൾ അച്യുതൻ അവിടെ മരിച്ചു കിടക്കുകയാണ്. അച്യുതൻ്റെ ശരീരത്തിൽ കുത്തി നിൽക്കുന്ന കത്തി വലിച്ചൂരി എടുത്തതാണ് അംബിക. അങ്ങനെ അംബിക ആ കത്തിയുമായിട്ട് നിൽക്കുന്നതാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെ ആ സമയത്ത് നമ്മുടെ അജയ് യൂണിഫോമിൽ വരുന്നുണ്ട്, സത്യദാസ് വരുന്നുണ്ട്, കൂടെ ആ സിസ്റ്ററെ കണ്ട് സംസാരിക്കാൻ പോയ ഭൂമിയും തിരിച്ചെത്തുന്നുണ്ട്. അങ്ങനെ അജയ് ഇത് കണ്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ. ഭൂമിയുടെ അച്ഛൻ അവിടെ മരിച്ചു കിടക്കുന്നു, അമ്മ ഇപ്പുറത്ത് കത്തിയുമായിട്ട് നിൽക്കുന്നു. അങ്ങനെ അജയുടെ ഫ്രണ്ട് ആ ലോയർ ഉണ്ടല്ലോ ആൽഫ്രഡ്, ആ പുള്ളിയും വരുന്നുണ്ട്. അങ്ങനെ അജയ്
തീരുമാനിക്കുകയാണ്. സാഹചര്യം ഇപ്പം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഇപ്പം അംബികയെ അറസ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല എന്നൊക്കെ വിചാരിച്ച് അംബികയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അങ്ങനെ ഭൂമിക്ക് ഇതൊന്നും താങ്ങാൻ കഴിയുന്നില്ല. ആദ്യം അച്ഛാന്ന് വിളിച്ച് കുറേ കരയുന്നുണ്ട് അച്ഛൻ്റെ അടുത്തിരുന്ന്. അതിനുശേഷം അമ്മയെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ അമ്മയെന്ന് വിളിച്ച് കുറേ കരയുന്നുണ്ട്. പോലീസ് ജീപ്പിന് പിന്നാലെ ഓടുന്നുണ്ട്. അങ്ങനെ ആകെ ഇമോഷണൽ സീനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഭൂമി ആ വീട്ടിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ കഴിയുമ്പോൾ സത്യദാസ് ഭൂമിയെ വന്ന് വിളിക്കാൻ പോകുന്നുണ്ട്. എൻ്റെ മോളായിട്ട് എൻ്റെ കൂടെ വന്നൂടെ? ഇപ്പം മോൾക്ക് അച്ഛനുമില്ല അമ്മയുമില്ല ആരുമില്ല. നിന്നെ എങ്ങനെ തനിച്ച് വിടാൻ എനിക്കെന്തോ മനസ്സ് വരുന്നില്ല. കഴിഞ്ഞ ജന്മത്തിൽ എൻ്റെ മോളായിരിക്കും എന്നല്ലേ പറഞ്ഞത്, ഈ ജന്മത്തിൽ എൻ്റെ മോളായിട്ട് എൻ്റെ കൂടെ വന്നൂടെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഭൂമി എന്തായാലും സത്യദാസിൻ്റെ കൂടെ പോവില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ അതേ സമയത്ത് അഞ്ജനയുമായിട്ടുള്ള കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ടും അഞ്ജനയും മൈൻഡ് ചെയ്യുന്നില്ല, ഭവാനിയും മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ അവസാനം വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അജയ് മുത്തശ്ശിയോട് പറയാണ്, മുത്തശ്ശി എനിക്ക് ഈ വിവാഹത്തിൽ സമ്മതമല്ല എന്ന് പറയുമ്പോൾ അതിനൊരു കാരണം ഉണ്ടാവണമല്ലോ. അപ്പോൾ എന്താ കാരണമെന്ന് മുത്തശ്ശി ചോദിക്കുമ്പോൾ അജയ് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് പറയാണ്, എനിക്ക് ഭൂമിയാണ് ഇഷ്ടം, ഭൂമിയെ ഞാൻ വിവാഹം കഴിക്കുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി ഒന്നിങ്ങനെ ആലോചിക്കാൻ പോകുന്നുണ്ട്. ഭൂമിയെ അജയ്ക്ക് വിവാഹം കഴിപ്പിക്കുന്നതിൽ മുത്തശ്ശിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇവിടെ അഞ്ജനയുമായിട്ടുള്ള കല്യാണം നടന്നില്ലെങ്കിൽ അത് ഭവാനിയുടെ ദേഷ്യം ഒന്നുകൂടെ കൂട്ടും, ഭവാനിയോട് ചെയ്യുന്ന ഒരു അനീതിയായിട്ട് മാറും. അപ്പോൾ അതിനെക്കുറിച്ചാണ് മുത്തശ്ശി ആലോചിക്കുന്നത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് മുത്തശ്ശി പറയുന്നുണ്ട്, നടക്കില്ല മോനെ, ഭൂമിയെ എനിക്ക് ഇഷ്ടമാണ്, വലിയ ഇഷ്ടമാണ്. നീ ഭൂമിയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ അഞ്ജനയ്ക്കും ഭവാനിക്കും നമ്മൾ വാക്ക് കൊടുത്ത സ്ഥിതിക്ക് അഞ്ജന നിന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥിതിയിൽ എന്തായാലും അഞ്ജനയെ ചതിക്കാൻ പറ്റില്ല. ഈ വിവാഹം നടന്നേ പറ്റൂ, ഇല്ലെങ്കിൽ നീ മുത്തശ്ശിയെ മറന്നേക്ക് എന്നൊക്കെ മുത്തശ്ശി പറയുന്നതുകൊണ്ട് അജയ്ക്ക് വീണ്ടും വേറെ വഴിയൊന്നും ഇല്ലാതെ അജയ് വീണ്ടും ട്രാപ്പ് ആവുകയാണ്. അങ്ങനെ ഈ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഭൂമിയോട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അതേസമയം ഭൂമി അജയോട് വന്ന് പറയാണ്, എനിക്ക് എൻ്റെ അച്ഛനെ നഷ്ടമായി, ഇനി അമ്മയെ കൂടെ നഷ്ടപ്പെടുത്താൻ വയ്യ, അമ്മയെ എങ്ങനെയെങ്കിലും ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്തണം, എൻ്റെ അമ്മ എൻ്റെ അച്ഛനെ കൊല്ലില്ല, എനിക്കത് ഉറപ്പാണ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം അജയ് പറയാണ്, ഭൂമിയുടെ അമ്മ അംബിക ചിലപ്പോൾ നിരപരാധിയായിരിക്കും, എനിക്കും അത് തോന്നുന്നുണ്ട്. പക്ഷേ ഈ കേസ് നടത്താനും അമ്മയെ പുറത്ത് കൊണ്ടുവരാനൊക്കെ ഒരുപാട് ക്യാഷ് ചിലവാകും ഭൂമിയുടെ കയ്യിൽ അതൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എത്ര ചിലവായാലും കുഴപ്പമില്ല, ഞാൻ എങ്ങനെയെങ്കിലും അതൊക്കെ അറേഞ്ച് ചെയ്ത് തരാം സാർ, എനിക്ക് എൻ്റെ അമ്മയെ വേണം എന്നൊക്കെ പറയുമ്പോൾ അജയ് പറയാണ്, ഓക്കെ അമ്മയെ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഭൂമിയെ ഞാൻ സഹായിക്കാം, അതേപോലെ കേസിന് ആവശ്യമുള്ള പണവും ഞാൻ തന്നെ പേ ചെയ്തോളാം, പക്ഷേ ഭൂമി എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ എന്താ സാർ അത് എന്ന് ചോദിക്കുകയാണ് ഭൂമി. അങ്ങനെ അജയ് പറയുന്നുണ്ട്, ഞാൻ അറിയാതെ ഒരു അബദ്ധം ചെയ്തു പോയി, അഞ്ജനയോട് നമ്മൾ തമ്മിൽ അഫെയർ ആണെന്ന് പറഞ്ഞു പോയി, എനിക്ക് അഞ്ജനയെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ആ വിവാഹത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറുകയെന്ന് അറിയാതെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത്, അതുകൊണ്ട് അഞ്ജനയോട് ഞാൻ അറിയാതെ അങ്ങനെ പറഞ്ഞു പോയി, അതിനുശേഷം ആ പറഞ്ഞ കള്ളത്തിൽ പിടിച്ചു നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു, ഇപ്പോൾ മുത്തശ്ശിയോടും എനിക്ക് പറയേണ്ടി വന്നു നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന്, ഇനിയിപ്പോൾ അത് മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജനയും ഞാനും തമ്മിലുള്ള വിവാഹം നടക്കും, അതൊരിക്കലും നടക്കരുത്, അതുകൊണ്ട് ഈ കാര്യത്തിൽ ഭൂമി എന്നെ ഹെൽപ്പ് ചെയ്യണം, ഭൂമി എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ വരണം, എന്നാലേ ആ കല്യാണത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ, ശരിക്കും ഭാര്യയായിട്ടല്ല, ഒരു അഭിനയം, ഒരു ഡ്രാമ അത്രമാത്രം എന്നൊക്കെ പറയുമ്പോൾ ഭൂമി എന്തൊക്കെയാണ് സാറേ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെ അവസാനം ഇതൊക്കെയാണ് കാര്യം എന്ന് അജയ് ഭൂമിയോട് പറഞ്ഞ് മനസ്സിലാക്കുന്നു. ഒരു കോൺട്രാക്ട് കുറേ കണ്ടീഷനൊക്കെ വെച്ച് ഭൂമി ഒരു കോൺട്രാക്ട് തയ്യാറാക്കുന്നുണ്ട്. ആ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യാമെങ്കിൽ ഞാൻ ഭാര്യയായിട്ട് കൂടെ വരാം എന്നൊക്കെ പറയുമ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടീഷൻ വെക്കുന്നു, സൈൻ ചെയ്യുന്നു. അങ്ങനെ ഒരു കോൺട്രാക്ട് മാരേജിലേക്ക് ഭൂമിയും അജയും എത്തുന്നു. അപ്പോൾ എന്തായാലും ഇതൊക്കെ അധികം വൈകാതെ നടക്കാൻ പോവാണെന്ന് തോന്നുന്നു. നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.